അങ്ങാടിയിലെ തിരക്കിട്ട ഒരു സായാഹ്നം. അരവിന്ദിന്റെ ടെക്നോകെയർ കമ്പ്യൂട്ടർ സർവീസ് സെന്റർ സാധാരണ പോലെ തിരക്കിലായിരുന്നു. അരവിന്ദ് വലിയ സ്വപ്നങ്ങളുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. കിട്ടുന്ന വരുമാനം മുഴുവൻ അവൻ സ്ഥാപനം മെച്ചപ്പെടുത്താനും പുതിയ ഉപകരണങ്ങൾ വാങ്ങാനും ഉപയോഗിച്ചു. നാളത്തേക്ക് വേണ്ടി ഇന്ന് കഷ്ടപ്പെടണം എന്നതായിരുന്നു അവന്റെ തത്വം. അതുകൊണ്ട് തന്നെ ബാങ്കിൽ അവന്റെ പേരിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടായിരുന്നെങ്കിലും അതിൽ വലിയൊരു അടിയന്തര നിധി അല്ലെങ്കിൽ എമർജൻസി ഫണ്ട് അവശേഷിച്ചിരുന്നില്ല. ഒരു വർഷം മുമ്പ് അവൻ ഒരു ഹൈ എൻഡ് ലാപ്ടോപ്പ് സർവീസ് ചെയ്യാനുള്ള പുതിയൊരു ഉപകരണം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങിയിരുന്നു. ഏകദേശം 1,00,000 രൂപ വില വരുന്ന ആ ഉപകരണത്തിന്റെ പ്രതിമാസ തിരിച്ചടവ് മുടക്കം കൂടാതെ അവൻ അടച്ചു പോന്നു. ഉപകരണം ഉണ്ടെങ്കിലേ വലിയ കസ്റ്റമേഴ്സ് വരൂ, അവൻ വിശ്വസിച്ചു. ഒരു ദിവസം വൈകുന്നേരം സെന്ററിലെ പ്രധാനപ്പെട്ട സെർവർ കമ്പ്യൂട്ടർ പെട്ടെന്ന് നിന്നുപോയി. സ്ക്രീനിൽ ചുവന്ന നിറത്തിലുള്ള ഒരു എറർ മെസ്സേജ്. അരവിന്ദ് വിയർത്തുപോയി. ഡാറ്റാബേസ് കംപ്ലീറ്റ് പോയാൽ ഈ ആഴ്ചയിലെ ജോലി മുഴുവൻ താളം തെറ്റും. അവൻ ഉടൻ തന്നെ ഒരു ടെക്നീഷ്യനെ വിളിച്ചു. മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്ക് ശേഷം ടെക്നീഷ്യൻ പറഞ്ഞു, ബോർഡ് മാറ്റി സ്ഥാപിക്കണം. 30,000 രൂപ ചിലവ് വരും. ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ ഡാറ്റ മുഴുവൻ നഷ്ടമാകും. അരവിന്ദ് തലയിൽ കൈവച്ചിരുന്നു പോയി. അവന്റെ കൈവശം അപ്പോൾ ആകെ ഉണ്ടായിരുന്നത് 7,000 രൂപ മാത്രമാണ്. ബാക്കിയുള്ള പണം ഈ മാസം പുതിയ സ്പെയർ പാർട്സ് വാങ്ങാനായി നേരത്തെ ചെലവഴിച്ചു കഴിഞ്ഞിരുന്നു. പെട്ടെന്നുള്ള ഒരു ആവശ്യം വന്നപ്പോൾ പണമില്ലാതെ അരവിന്ദ് പകച്ചു നിന്നു. സ്വന്തമായി ഒരു തുക മാറ്റിവെക്കാത്തതിന്റെ ഭവിഷ്യത്ത് അവൻ അറിഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ അവൻ സുഹൃത്തുക്കളെ വിളിച്ചു. ആർക്കും ഒറ്റയടിക്ക് ഇത്രയും വലിയ തുക നൽകാനായില്ല. അവസാനം അവൻ വീണ്ടും ക്രെഡിറ്റ് കാർഡ് എടുത്തു. മെഷീൻ ശരിയാക്കാനുള്ള 30,000 രൂപ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അടച്ചു. സെർവർ ശരിയായെങ്കിലും അരവിന്ദിന്റെ മനസ്സിൽ ഒരു ഭയം ഉടലെടുത്തു. നിലവിലുള്ള EMI-യും പുതിയ 30,000-ന്റെ പലിശയും കൂടി ചേരുമ്പോൾ ഈ മാസം എങ്ങനെ കടന്നുപോകും? സെന്റർ അടയ്ക്കാൻ നേരം അരവിന്ദിന്റെ അയൽക്കാരനും വിരമിച്ച ബാങ്ക് ഉദ്യോഗസ്ഥനുമായ മാധവ മേനോൻ അങ്ങോട്ട് വന്നു. അരവിന്ദിന്റെ മുഖത്തെ വിഷാദം കണ്ടപ്പോൾ മാധവ മേനോൻ കാര്യം തിരക്കി. അരവിന്ദ് സംഭവിച്ചതെല്ലാം പറഞ്ഞു. മേനോൻ സാറേ, ബിസിനസ് വളരുന്നുണ്ട്, പക്ഷെ എപ്പോഴും പണത്തിനൊരു വലിച്ചിലാണ്. ക്രെഡിറ്റ് കാർഡിന്റെ പലിശ കൂടി വരുമ്പോൾ ശ്വാസം മുട്ടുകയാണ്. മാധവ മേനോൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അരവിന്ദ്, നീ ചെയ്യുന്ന ഒരു വലിയ തെറ്റ് ഉണ്ടാക്കുന്ന പണം മുഴുവൻ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം ചെലവാക്കുന്നു എന്നതാണ്. ബിസിനസ് ഒരു വണ്ടിയാണെങ്കിൽ അതിലെ ടയറാണ് നിന്റെ ഉപകരണങ്ങൾ, പക്ഷേ എഞ്ചിൻ ഓയിലാണ് നിന്റെ അടിയന്തര നിധി. അദ്ദേഹം തുടർന്നു, സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനെ അടിയന്തര ഫണ്ട് അല്ലെങ്കിൽ എമർജൻസി ഫണ്ട് എന്ന് പറയും. നിനക്ക് ഏറ്റവും കുറഞ്ഞത് 3 മുതൽ 6 മാസം വരെയുള്ള നിശ്ചിത ചിലവുകൾ മാറ്റിവെക്കാൻ കഴിയണം. നിന്റെ വീട്ടിലെ വാടക, ഭക്ഷണ ചെലവ്, സെന്ററിലെ കറന്റ് ബിൽ, ഇതെല്ലാം ചേർത്തുള്ള ഒരു തുക പെട്ടെന്നെടുക്കാൻ കഴിയുന്ന ഒരു സേവിങ്സ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിലോ മാറ്റിവെക്കണം. നിനക്ക് സെർവർ കേടായപ്പോൾ ഈ ഫണ്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ ഭീമമായ പലിശ കൊടുക്കേണ്ടി വരുമായിരുന്നില്ല. അതൊരു നല്ല കടം, അതായത് ഗുഡ് ഡെപ്റ്റ് അല്ലായിരുന്നു. മാധവ മേനോൻ ഒരു കടലാസ് എടുത്ത് അവന് വേണ്ടി കണക്ക് എഴുതി. കടം 1, പഴയ ഉപകരണത്തിന്റെ ക്രെഡിറ്റ് കാർഡ് കടം 1,00,000 രൂപ, ഉയർന്ന പലിശ. കടം 2, സെർവർ നന്നാക്കിയതിന്റെ ക്രെഡിറ്റ് കാർഡ് കടം 30,000 രൂപ, ഉയർന്ന പലിശ. ആദ്യം നീ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ പലിശയുള്ള കടം എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കുക എന്നതാണ്. അത് നിന്റെ ക്രെഡിറ്റ് കാർഡ് കടമാണ്. അതിനെ സ്നോബോൾ, അതായത് ചെറിയ കടം ആദ്യം അടച്ചു തീർക്കുന്ന രീതിയിലോ അവലാഞ്ച്, അതായത് ഏറ്റവും കൂടുതൽ പലിശയുള്ള കടം ആദ്യം അടച്ചു തീർക്കുന്ന രീതിയിലോ കൈകാര്യം ചെയ്യാം. നിന്റെ കാര്യത്തിൽ പലിശ കുറയ്ക്കാൻ അവലാഞ്ച് രീതിയാണ് ഏറ്റവും ഉചിതം. ഇനി അങ്ങോട്ട് നീ വരുമാനം 3 ഭാഗങ്ങളായി തിരിക്കുക. 1 ചെലവുകൾ, 2 കടം തിരിച്ചടയ്ക്കുന്നതിന്, 3 അടിയന്തര ഫണ്ട് ഉണ്ടാക്കുന്നതിന്. അരവിന്ദിന് കാര്യം ബോധ്യമായി. അടുത്ത മാസം മുതൽ അവൻ തന്റെ വരുമാനം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തു. ആദ്യമായി അവൻ മാധവ മേനോൻ പറഞ്ഞതുപോലെ 10,000 രൂപ ഒരു പുതിയ സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റി. ഇതൊരു പ്രത്യേക ആവശ്യത്തിന് മാത്രമുള്ള പണമാണ്, അവൻ സ്വയം പറഞ്ഞു.
രണ്ടാമതായി ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾക്ക് അവൻ മുൻഗണന നൽകി. ഉയർന്ന പലിശ ഒഴിവാക്കാൻ മിനിമം തുകയേക്കാൾ കൂടുതൽ അടച്ചു. 6 മാസങ്ങൾക്ക് ശേഷം അരവിന്ദിന്റെ കടം പകുതിയായി കുറഞ്ഞു. അതുപോലെ 1,20,000 രൂപയുടെ ഒരു അടിയന്തര ഫണ്ടും അവൻ ഉണ്ടാക്കി. ഒരു ദിവസം സെന്ററിൽ കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യാൻ ഒരു ഉപകരണം വാങ്ങേണ്ടി വന്നു. വില 15,000 രൂപ. അരവിന്ദ് ചിരിച്ചുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കാതെ അടിയന്തര ഫണ്ടിൽ നിന്നും പണമെടുത്ത് അത് വാങ്ങി. ഈ ചെറിയ തുക കടത്തിന്റെ കുടുക്കിൽ നിന്ന് അവനെ രക്ഷിച്ചു. മാധവ മേനോൻ വീണ്ടും അവനെ കാണാൻ വന്നപ്പോൾ അരവിന്ദ് പറഞ്ഞു, "സർ, ലാഭമുണ്ടാക്കുന്നതിനേക്കാൾ വലുതാണ് സാമ്പത്തിക സുരക്ഷ ഉണ്ടാക്കുന്നത് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ആ ഉപകരണത്തേക്കാൾ വലുതാണ് എൻ്റെ സേവിങ്സ് അക്കൗണ്ടിലെ ബാലൻസ്. ഇന്ന് എൻ്റെ ബിസിനസ് ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നു, കാരണം പുറകിലൊരു കരുതൽ ധനമുണ്ട്." ഓരോ ബിസിനസ്സുകാരനും ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ട പാഠമാണിത്. വരുമാനം എത്ര വലുതായാലും ചെറുതായാലും അതിലൊരു പങ്ക് അപ്രതീക്ഷിത ആവശ്യങ്ങൾക്കായി മാറ്റിവെച്ചില്ലെങ്കിൽ നിങ്ങൾ എത്ര ഉയരത്തിൽ പറന്നാലും ഒരു ചെറിയ തടസ്സത്തിൽ വീണുപോയേക്കാം. അടിയന്തര ഫണ്ടാണ് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിലെ ശക്തമായ രക്ഷാകവചം.